10ാം ക്ലാസ്സുകാരിയായ നന്ദന ഒരു ഗ്രാമത്തിലെ സ്കൂളിൽ പഠിച്ചിരുന്നു. അവളുടെ ക്ലാസ്സിന് പിറകെ വലിയൊരു പഴയ കെട്ടിടമുണ്ടായിരുന്നു. അതൊരു പഴയ ലാബായിരുന്നു. കുറേ വർഷങ്ങളായി ഉപയോഗമില്ലാതെ കിടന്ന ആ ലാബ് എല്ലാവരെയും പേടിപ്പിച്ചിരുന്നു. ഒരു ദിവസം ക്ലാസ് ടീച്ചർ പറഞ്ഞു, നാളെ സയൻസ് എക്സിബിഷൻ നടക്കും, ലാബ് നന്നാക്കി ഒരുക്കണം. നന്ദനയെയും 3 കുട്ടികളെയും ടീച്ചർ ഏൽപ്പിച്ചു. വൈകുന്നേരം 4 മണിക്ക് അവർ ലാബിലേക്ക് ചെന്നു. ലാബിൻ്റെ കതക് പതിഞ്ഞ ശബ്ദത്തിൽ തുറന്നു. അകത്ത് ഇരുട്ടും പൊടിയും നിറഞ്ഞിരുന്നു. വൈദ്യുതി പോയത് കൊണ്ട് അവർ ടോർച്ച് വെച്ച് പരിശോധിച്ചു. പെട്ടെന്ന് ഒരാളുടെ കുലുക്കം കേട്ടു. പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ ആരുമില്ല. പക്ഷേ ടേബിളിൻ്റെ മറവിലേക്ക് വേഗത്തിലോടിയ ഒരു നിഴൽ അവർ കണ്ടു. അതൊരു കറുപ്പ് നിഴലായിരുന്നു. അതെല്ലാവരും കണ്ടു. അതൊരു മനുഷ്യൻ്റെ ആകൃതി പോലെ തോന്നി. പക്ഷേ മുഖം കാണാനായില്ല. അതിൻ്റെ കണ്ണുകൾ ചുമപ്പായിരുന്നു. ഇതൊറ്റ ദിവസം കൊണ്ടൊന്നുമല്ല, നന്ദന ഭയത്തോടെ പറഞ്ഞു. ഞാൻ പലതവണ ഈ കെട്ടിടത്തിലേക്ക് പലരും നടക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ആ നിഴൽ ടേബിളിൻ്റെ അടിയിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഭയം കൊണ്ട് അവരുടെ കയ്യിലെ ടോർച്ച് താഴേക്ക് വീണു. ആ സമയത്ത് ആ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ഒരു ശബ്ദം കേട്ടു, ഇവിടെ നിന്നാൽ നിങ്ങൾ തിരികെ പോകില്ല. അങ്ങനെ അവർ നിലത്ത് വീണ ടോർച്ച് എടുക്കാൻ പോയപ്പോൾ ആരോ കയ്യിൽ പിടിച്ചു. ഒരു തണുത്ത വിറച്ച കൈ. പിറ്റേ ദിവസം ആ 4 കുട്ടികളും തിരിച്ചു പോയിട്ടില്ല. അവരെവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയത്തുമില്ല. പഴയ ലാബ് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. പക്ഷെ രാത്രിയിൽ എപ്പോഴും അതിനുള്ളിൽ നിന്നും ആ ചുവന്ന കണ്ണുകൾ കാണപ്പെടും.